കോതമംഗലത്തെ വിധവയും നിർധനയുമായ വീട്ടമ്മയ്ക്ക് KSEBയുടെ വക ഇരുട്ടടി. സാധാരണയായി ലഭിക്കുന്ന വൈദ്യുതി ബില്ലിനു പകരം ഇത്തവണ ലഭിച്ചത് 8340 രൂപയുടെ ബിൽ. 1500 രൂപയിൽ താഴെ മാത്രം വൈദ്യുതി ബിൽ വന്നുകൊണ്ടിരുന്ന വീട്ടമ്മയ്ക്ക് ഇത്തവണ കിട്ടിയ ബില്ല് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. കോതമംഗലത്ത് വിധവയും നിർധനയുമായ വീട്ടമ്മയ്ക്ക് KSEBയുടെ വക ഇരുട്ടടി. പല്ലാരിമംഗലം കുടമുണ്ട സ്വദേശിനിയായ ഫാത്തിമ സാജിദിനാണ് ഭീമമായ വൈദ്യുതി ബിൽ കിട്ടിയിരിക്കുന്നത്. സാധാരണയായി ലഭിക്കുന്ന വൈദ്യുതി ബില്ലിന് പകരം ഇത്തവണ ലഭിച്ചത് 8340 രൂപയുടെ ബില്ലാണ്. 720 സ്ക്വയർ ഫീറ്റ് വീടാണ് ഇവരുടേത്. ഏകദേശം 1500 രൂപയിൽ താഴെയാണ് ഇവർക്ക് പതിവായി ബില്ല് വന്നിരുന്നത്. ചെറിയ വീട്ടിൽ കഴിയുന്ന ഫാത്തിമയ്ക്ക് വൈദ്യുതി ബിൽ കണ്ടപ്പോൾ ഞെട്ടലായിരുന്നു. പതിവായി വരുന്ന തുകയേക്കാൾ പല മടങ്ങ് കൂടുതലായി വന്ന ബില്ലടയ്ക്കാൻ കഴിയാതെ അധികൃതരുടെ സഹായം തേടുകയാണ് ഫാത്തിമ. നിർധനരായ ഈ കുടുംബത്തിന് ഇത്രയും വലിയ തുക അടയ്ക്കാൻ കഴിയില്ലെന്നും മീറ്റർ പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും അയൽവാസിയായ മുഹമ്മദ് സിയം പറഞ്ഞു. എൻ്റെ അയൽവാസിയായ പരേതനായ സാജിദിൻ്റെ വീടാണ് ഈ കാണുന്നത്. സാജിദ് കഴിഞ്ഞ മാസമാണ് മരണപ്പെട്ടത്. സാജിദിൻ്റെ വീട്ടിലേക്ക് കഴിഞ്ഞ വർഷം KSEBയുടെ ബില്ല് വരുന്നത് 1430 രൂപയാണ്. പക്ഷേ ഈ മാസം വന്നേക്കുന്നത് 8430 രൂപ. അപ്പോൾ തീർത്തും നിർധനരായ ഒരു കുടുംബമാണ്. ആകെ 6 സെൻറ്റ് സ്ഥലവും 700 സ്ക്വയർ ഫീറ്റ് വീടുമാണുള്ളത്. ഇവരെ സംബന്ധിച്ചോളം ഇത് അടയ്ക്കുക എന്നുള്ളത്, ബില്ലടയ്ക്കുക എന്നുള്ളത് യാതൊരു നിർവാഹമില്ല. അവർക്ക് സാധാരണ ജനങ്ങൾ മറ്റുള്ള നാട്ടുകാരുടെയും ഒക്കെ സഹായത്തോടെയാണ്. പിന്നെ ഈ സാജിദിൻ്റെ ഭാര്യയുടെ കൂലിപ്പണി കൊണ്ടൊക്കെയാണ് ഈ കുടുംബം നടന്നു പോകുന്നത്. 4 മക്കളുള്ള കുഞ്ഞു മക്കളുള്ള 4 മക്കളുള്ള കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇവരെ കൊണ്ട് ബില്ലടയ്ക്കുക എന്നതാണ് ഇവരെ കൊണ്ട് അപ്രാപ്യമാണ്. അപ്പോൾ ഈ വിവരം KSEBയിലെ മീറ്റർ റീഡർ വന്നപ്പോൾ മീറ്റർ റീഡർ പറഞ്ഞത് ഇത് യാതൊരു കാരണവശാലും നിങ്ങൾക്ക് അടയ്ക്കാതിരിക്കാൻ കഴിയില്ല, നിങ്ങൾ അടച്ചേ കഴിയൂ എന്നാണ് പറയുന്നത്. അപ്പോൾ KSEBയുടെ ഈ മീറ്ററിൻ്റെ റീഡിങ് സംബന്ധിച്ച തകരാറാണോ എന്ന് സംശയമുണ്ട്. ഏതായാലും ഇത് ഇവരെ കൊണ്ട് അടയ്ക്കുക, ബില്ല് പേ ചെയ്യുക എന്നുള്ള ഇവരെ കൊണ്ട് നിർവാഹമില്ലാത്ത അവസ്ഥയാണ്. മൊബൈൽസ് PO ജംഗ്ഷൻ മൂവാറ്റുപുഴ.